ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞോ നീ? നമസ്കാരം ചേച്ചി, സുഖല്ലേ? നിങ്ങൾക്ക് എന്നോടിപ്പോ ഭയങ്കര ദേഷ്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രത്നയെ കൊന്നത് ഞാനല്ലേ ചേച്ചി? അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ജയിലിലിരുന്നനെ. ആവശ്യമില്ലാത്ത പ്രശ്നത്തിന്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നേ. ചെറിയ കുട്ടിയെ ഇവളെ നന്നായി പഠിപ്പിച്ച് വലിയൊരാളാക്കണം. പിന്നെ വദനെ അവള് സ്നേഹിച്ചവന്റെ കൂടെ തന്നെ അവളുടെ കല്യാണം നടത്തിക്കൊടുത്ത് അവളെയും സന്തോഷിപ്പിക്കണം. ഇതെല്ലാം മറന്ന് എല്ലാവരും ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ കോടതിയും കേസും ഒക്കെ ആയിട്ട് എല്ലാം നമ്മളെ നഷ്ടപ്പെടുത്തുന്നല്ലാതെ ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കാം. ചേട്ടാ, ആണുങ്ങളില്ലാത്ത സമയത്ത് വീട്ടിൽ പെണ്ണുങ്ങളോട് വന്ന് ഒപ്പ് മേടിക്കാതെ മര്യാദയ്ക്ക് പോയിക്കോ. നീയെല്ലാം കൂടിയാ ഈ കുടുംബത്തിന് ഈ നിലയിലാക്കിയത്. നിനക്ക് എന്തറിയാം? എനിക്കെല്ലാം അറിയാം. ചേച്ചി, നിങ്ങൾ ഒപ്പൊന്നും ഇടരുത്. എടാ ജെപി, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കേറാൻ കാത്തിരിക്കായിരുന്നു. നീ ഇങ്ങോട്ട് കേറി ഉടനെ എനിക്ക് ന്യൂസ് കിട്ടിയടാ. ചേട്ടാ, കേസ് പിൻവലിക്കാൻ വേണ്ടി ചേച്ചിയോട് ഒപ്പ് മേടിക്കാൻ വന്നിരിക്കാ. തോന്നിയടാ, അതിനു വേണ്ടി നീ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിൻവലിക്കണമല്ലേ നിനക്ക്? കേസ് പിൻവലിക്കാൻ മനസ്സിലടാ. ഇറങ്ങിപ്പോടാ. ഇനിയും തന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ? തനിക്ക് തന്റേതായ ഭാര്യ മക്കളെ കൊണ്ടെങ്കിലല്ലേ ഈ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടാവുള്ളൂ. തനിക്ക് ഈ കുടുംബത്തിനെ കൊലക്ക് കൊടുക്കാതെ ഉറക്കം വരില്ലല്ലോ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഈ കേസ് തീർത്ത് തന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അന്നറിയും ഞാൻ ആരാണെന്ന്. ഇറങ്ങി പോടാ, എനിക്കറിയാം. വണ്ടി എടുക്കടാ. ഞാൻ ആരാണെന്ന് ഈ കളവനെന്ന് കാണിച്ചു കൊടുത്താലേ ബുദ്ധി വരൂ. എടാ കുട്ടി, സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തേക്കാം. അവനൊക്കെ എടുത്തു വെക്കട്ടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്ന് വാഴക്കൊലയും പച്ചക്കറിയൊക്കെ മേടിക്കട്ടെ. മോളെ, നീ എല്ലാവർക്കും സാരി എടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതും എടുത്തേക്കാം. ചോക്കോബാർ ഐസ്ക്രീം. എടാ കുട്ടി, ചെന്ന് മോക്കൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തേ. ഞങ്ങൾ അകത്തുണ്ടാവും കേട്ടോ. ചെല്ലു മോളെ. വാ മോളെ. നിനക്ക് ഏത് ഐസ്ക്രീമാ വേണ്ടേ? ഐസ്ക്രീം കഴിച്ചാൽ വയറ്റിൽ പുഴു ഉണ്ടാവട്ടോ. ഓ, അങ്ങനെയാണോ? ഒരു ചോക്കോബാർ തരുമോ? ഓടുന്നു.
സാറേ. ശരി. കംപ്ലൈന്റ് കൊടുത്തല്ലോ അല്ലേ? ആ കൊടുത്തിട്ടുണ്ട്. കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ? ഒന്നും പറ്റിയിട്ടില്ല. മോൻ അപ്പോഴത്തേക്ക് അവിടെ എത്തിയിരുന്നു. ശരി, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ശരി എന്നാ. മോനെ, നീ ചിലപ്പോ കോടതിയിലൊക്കെ വരേണ്ടി വരും. ഇതൊക്കെ JP-യുടെ കളിയാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. നമസ്കാരം. ചേട്ടാ, നിങ്ങൾ ഇവരെയും കൊണ്ട് പോവാൻ നോക്ക്. രാധാകൃഷ്ണ, ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞോ നീ? ഞങ്ങൾ നേരത്തെ വിളിക്കേണ്ടതായിരുന്നു. മോൻ ഞങ്ങളുടെ കുടുംബത്തിന് വലിയ സഹായമാണ് ചെയ്തത്. പ്രശ്നമൊന്നുമില്ല കേട്ടോ. വരട്ടെ. രാധാകൃഷ്ണ, വരട്ടെ ഏട്ടാ. നോക്കിപ്പോ. ചേട്ടാ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കുഴപ്പമൊന്നുമില്ലോ അല്ലേ? ഇൻസ്പെക്ടർ നമുക്ക് വേണ്ടപ്പെട്ട ആളാ. എന്ത് വേണമെങ്കിലും ചെയ്തു തരും. ഒരു പ്രശ്നമില്ല, എല്ലാം കഴിഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടൊക്കെ വന്നത്? നശിച്ചു പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വരേണ്ട ആളാണോ നിങ്ങൾ? ഇന്ന് പോലീസ് സ്റ്റേഷൻ, നാളെ കോടതി, പിന്നെ ജയിലില്. ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ വന്ന് നിൽക്കേണ്ട ആള് തന്നെയാ. എന്തോ കുറച്ച് നാളായിട്ട് യോഗ്യനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇവരോട് എന്തൊക്കെ പറഞ്ഞു നോക്കിയെന്നറിയാവോ? ഇവർ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ ശരിയേട്ടാ, ഇൻസ്പെക്ടറെ കാണാൻ ഞാനിപ്പോ തന്നെ വരാം. ഇവന്മാരോട് മര്യാദക്കൊക്കെ നടക്കാൻ പറയണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. ചെലതുരേ, വിളിക്കടാ നിന്റെ ചേട്ടനെ, വിളിക്കടാ. അവനോട് ഇങ്ങ് വരാൻ പറയടാ. നിന്റെ ചേട്ടനോട് വരാൻ പറയടാ. രാധാ, നീ കുടിച്ചിട്ടാ വന്നിരിക്കുന്ന. എന്താണെങ്കിലും രാവിലെ സംസാരിക്കാം. ഇപ്പൊ ഞാൻ വന്നത് നിന്റെ ചേട്ടനോട് സംസാരിക്കാനാ. വിളിക്കടാ നിന്റെ ചേട്ടനെ. രാധാ, വഴക്കുണ്ടാക്കാൻ വന്നേക്കണോ നീ? നിനക്ക് എന്താണ് വേണ്ടത്? ഹലോ, ഞാൻ റോഡിൽ അടി ഉണ്ടാക്കും, കുത്തുണ്ടാക്കും, വേണമെങ്കിൽ ജയിലിലും പോവും. അതൊക്കെ എന്റെ ഇഷ്ടാ. അതൊക്കെ ചോദിക്കും ഇയാൾ ആരോവേ? മോനെ, എന്താ ഇതൊക്കെ? അമ്മേ, അമ്മേ, എന്താ മോനെ? അമ്മേ, എന്താ അവിടെ? എന്റെ അച്ഛനെ നാണം കെടുത്തി കളഞ്ഞു നിങ്ങളുടെ ഈ മോൻ. പോമേ, പോമേ, വിളിച്ചോണ്ട് വാ. എല്ലാരും അകത്തേക്ക് പോ, ചെല്ല്. കേറി പോടാ. എന്താടാ ചേട്ടാ വേണ്ടേ? നിക്ക്. രാധാ, എല്ലാം രാവിലെ സംസാരിക്കാം. നീ വീട്ടിൽ നീ ചുമ്മാ ഇരിക്കടാ. ഇന്ന് നിന്റെ ചേട്ടൻ എന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെ പറഞ്ഞെന്നറിയോ നിനക്ക്? ഞങ്ങൾ അച്ഛനെ മോനും പിരിക്കാൻ നോക്കായിരുന്നത്. ഓ, അല്ലെങ്കിൽ നീ വലിയ യോഗ്യനല്ല. എന്റെ യോഗ്യതയെ കുറിച്ച് തനിക്ക് എന്താ അറിയാടോ? എന്നേക്കാൾ കൂടുതൽ യോഗ്യത ഇവനുണ്ടെങ്കിൽ താൻ കൊണ്ട് നടന്നോടോ. ഇവൻ ആരുടെ വാല് പിടിച്ച് നടക്കണെന്ന് തനിക്ക് അറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡാ JP. അവന്റെ കൂടെ കൂട്ടിപ്പോ തന്റെ അനിയൻ. അത് എന്റെ ഇഷ്ടമാണ്. അത് ചോദിക്കാൻ നീ ആരാ? പിന്നെ എന്തിനാണ് നിന്റെ ചേട്ടൻ എന്നെ കുറിച്ച് എന്റെ അച്ഛനോട് സംസാരിച്ചത്? ഞാൻ സംസാരിക്കൂടാ. വെറുതെ നടന്നിരുന്ന ചെക്കനെ വിളിച്ചുകൊണ്ടായി വെള്ളമടിച്ച് വഷളാക്കിയിട്ട് നീ വലിയ വർത്താനം പറയുന്നടാ. എന്താ പറഞ്ഞെന്ന്? താനെന്താ പറഞ്ഞെന്ന്? നിനക്ക് മര്യാദ അത്രേ ഉള്ളൂ. നിന്റെ ചേട്ടൻ ഇവ കാര്യങ്ങളൊക്കെ പറയുമ്പോ നിന്റെ വായിൽ കൊഴുക്കട്ടായിരുന്നോ? ഞാനാണല്ലോ നിന്നെ നാശാക്കിയത്. ഞാനല്ലേ? തന്റെ അനിയൻ കാരണമാണോ എന്റെ ജീവിതം ഇല്ലാണ്ടായത്? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഇഞ്ചിഞ്ചായി മരിച്ചോണ്ടിരിക്കാണോ? അതിനൊക്കെ കാരണം ആരെന്നറിയോ തനിക്ക്? എല്ലാം ചേട്ടാ, നീ എന്താ ഭ്രാന്ത് പിടിച്ച് നടക്കണോ? അതാണോ എനിക്ക് ഭ്രാന്താ? ഭ്രാന്ത് പിടിച്ചോണ്ട് അറിഞ്ഞോണ്ടിരിക്ക. ചിലതുവരെ ഇനി ഒരിക്കൽ കൂടി നിന്റെ ചേട്ടൻ എന്റെ കാര്യത്തിൽ ഞാൻ താറിയിട്ടാണ് കേട്ടല്ലോ. തുണ്ടം തുണ്ടാക്കും. ഇതോടെ തീർന്നു എല്ലാ ബന്ധവും.